എല്ലാവർക്കും കെ.വി. കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു അടിപൊളി കപ്പപ്പുട്ടാണ്. ഇനി നമുക്ക് കപ്പ വറുത്തിട്ട് വരാം. ഇതാണ് മരച്ചീനി. ഇതിന് കപ്പ എന്നും പറയും, പിന്നെ കൊള്ളിക്കിഴങ്ങെന്നും പറയും നാട്ടിൻ പുറത്തുള്ള ആള്. പിന്നെ ഇതിനെ ഞാൻ പറിച്ചെടുക്കാൻ പോകുകയാണ്. ഇതാണ് കപ്പ. ഒരു കിഴങ്ങേ കിട്ടിയിട്ടുള്ളത്, വീട്ടില് വളർത്തിയതാണിത്. കണ്ടോ? പിന്നെ എല്ലാരും കൃഷി ചെയ്യുന്ന ഒന്നാണ് കപ്പ. ഇതില് കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ധാരാളം ഫൈബർ അടങ്ങിയ ഒരു ഭക്ഷണമാണ് കപ്പ. പിന്നെ ഇതില് കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ പിന്നെ എല്ല് തേച്ചലിനും ഇത് നല്ലതാണ്. ഇനി നമുക്ക് കപ്പപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇത്രയുള്ള ഒരു കഷ്ണമാണ് കിട്ടത്. ഞാൻ കപ്പ 3 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തൊലി കളയുക. നമുക്കിനി തൊലി കളയാം. മുഴുവനും തൊലി കളഞ്ഞു. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. പണ്ടൊക്കെ കപ്പ ഉണക്കി പൊടിച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ പച്ചക്കപ്പ തന്നെ ഗ്രേറ്റ് ചെയ്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ നന്നായിട്ട് അച്ഛനെ ചിരകി എടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം കുറച്ച് ഉപ്പ് വെള്ളം കുടയുക. ആവശ്യത്തിന് കുടഞ്ഞാൽ മതി. നോക്കണം, ഉപ്പ് അധികമായി പോകാൻ പാടില്ല. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക. ഉപ്പൊക്കെ കണക്കാണ്. ഇനി നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കണം. സാധാരണ കപ്പ പുഴുങ്ങുമ്പോൾ വെള്ളം ഊറ്റിക്കളയാറുണ്ടല്ലോ. ആ വെള്ളം ഊറ്റിക്കളയുന്നത് അതിലൊരു വിഷാംശമുണ്ട്, ഹൈഡ്രജൻ സയനൈഡ് എന്ന വിഷം. അതുകൊണ്ടാണ് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം എന്ന് പറയുന്നത്. പിന്നെ കപ്പയുടെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ ഇറച്ചിയോ മീനോ അങ്ങനത്തെ എന്തെങ്കിലും കൂട്ടി കഴിച്ചാൽ മതി. ഇതിലുള്ള നൈട്രേറ്റുകൾ കപ്പയിലുള്ള വിഷത്തെ നിർവീര്യമാക്കും. ഇതാ വെള്ളമൊക്കെ പിഴിഞ്ഞ് ഇനി ഈ കൂട്ടിനെ കൊണ്ട് പുട്ടുണ്ടാക്കാം. അതിന് വേണ്ടത് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തത്. ഇത് വലിയ തേങ്ങ ആയതുകൊണ്ടാണ്. പിന്നെ ഇതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുഴക്കുക. ഇനി നമുക്ക് പുട്ട് ആവി കയറ്റാൻ വെക്കാം. പാന് സ്റ്റൗവിൽ വെച്ച് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളക്കണം. ചിരട്ടിയുടെ അടിഭാഗം തേങ്ങ നന്നായിട്ടിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കപ്പക്കൂട്ട് ഇടാം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സാധാരണ പുട്ട് ചുടുന്നത് പോലെ തന്നെ. ഇതിൻ്റെ മേലെ തേങ്ങ നല്ല നീറ്റായിട്ട് വെക്കുക. ഇനി പുട്ട് ആവി കയറ്റാൻ വെക്കാം. ഇനി ചിരട്ടിയുടെ അടിഭാഗത്തിലൂടെ ആവി പോവും. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു തുണി നനച്ചിട്ട് ഇങ്ങനെ ചുരച്ച് വെക്കാം. ഇനി നമുക്ക് മൂടി വെക്കാം. ഒരു 8 മിനിറ്റ് മതി വേവാൻ. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്.
നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇതാ നമ്മുടെ ചിരട്ടയിൽ ഉണ്ടാക്കിയ കപ്പപ്പുട്ട് റെഡിയായിരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനിതിന് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയത്. ഇതിന് ഏറ്റവും നല്ല മാച്ചായത് ഇത് ബോട്ടിയും ചിക്കൻ കറിയുമാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് ഇതിന്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.